ഹലോ നമസ്കാരം, ഞാൻ സജന റിജി. സജനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. ഇപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് വളരെ ഈസി ആയിട്ട് നമുക്കൊരു മുട്ടയും, അതായത് തട്ടുകട സ്റ്റൈലിലുള്ള ഒരു മുട്ടയും ചമ്മന്തിയുമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക്. ഹലോ ഗായ്സ്, ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ തട്ടുകട സ്റ്റൈലിലെ മുട്ടയും ചമ്മന്തിയുമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നല്ല വൃത്തിക്ക് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിനകത്താണ് ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കുക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ 3 മുട്ട ഇട്ട് കൊടുക്കാം. കുക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റൊരു ഫിസിൽ മാത്രം വന്നാൽ മതി കേട്ടോ, മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട്. ഒറ്റൊരു ഫിസിൽ വന്നതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പുഴുങ്ങിയെടുക്കാമേ. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഫിസിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്ക് ഇത് തുറന്നെടുക്കാം. അപ്പം നമുക്ക് ചമ്മന്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ഞാനിവിടെ ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു 3-4 നമ്മുടെ കറി ലീഫ്, അതായത് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ഇച്ചിരി എരിവ് മുമ്പോട്ട് നിൽക്കണം. അപ്പോൾ 5 അത്യാവശ്യം 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അരച്ചതിന് ശേഷം നമുക്ക് പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ അരയ്ക്കാം. പിന്നെ അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ മല്ലിയിലയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതിനുശേഷം ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമുക്ക് ഈ മല്ലിയില ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി, ഇഞ്ചി, കറിവേപ്പില, നമുക്ക് ഈ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാമേ. കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയ ഇച്ചിരി നല്ല മൂത്ത പച്ചമുളകെല്ലാം തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം, ഇത് അരച്ചതിന് ശേഷം നമുക്ക് നോക്കാം എരിവുണ്ടോ ഇല്ലയോ കേട്ടോ. നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഒരല്പം ഒന്ന് അരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ഇനിയും ഒരു കാര്യം കൂടെ, ഇച്ചിരി അല്പം ഉപ്പൂടി ഇട്ട് കൊടുക്കട്ടെ. പിന്നെ മറന്നു പോകും അറിയാതെ. അല്പം ഉപ്പൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ അരച്ചെടുക്കട്ടെ. നമ്മളിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ തേങ്ങ ചിരകിയതാണ് കേട്ടോ. തേങ്ങാപ്പീര് 2 സ്പൂണാണിത് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ അരയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനിയും ഇതിലേക്ക് നമുക്ക് ഇച്ചിരി നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രമേ. ഇതൊരല്പം വിനാഗിരി ചേർക്കുവാണ് ഞാൻ. ചതച്ചെന്നെടുക്കട്ടെ. ഇതുപോലെ നമ്മൾ തേങ്ങാപ്പീരി ഇട്ടൊന്ന് ചതച്ച് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിന് എരിയുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കട്ടെ ഒന്നേ. അത്യാവശ്യം നല്ല എരിയുമുണ്ട്, പുളിയും എല്ലാം ആവശ്യത്തിനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനിയും മുട്ടയുടെ തോലും പൊളിച്ചൊന്ന് എടുക്കാം. അപ്പം നമ്മൾ 3 മുട്ടയും തോട് പൊളിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുക്കറിനകത്ത് ഒരു ഫീസിൽ രണ്ട് ഫീസിലൊന്നും വെക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഉണ്ണിയൊക്കെ നല്ലതായിട്ട് കറുത്ത് പോകും കേട്ടോ. അപ്പോൾ ഒറ്റൊരു ഫീസിൽ മാത്രം അടുപ്പിച്ചാൽ മതി. എപ്പോഴത്തേനും ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ മുട്ടയാണെങ്കിൽ നമുക്കൊന്ന് നടുകയൊന്ന് മുറിച്ചെടുക്കാം. ഇനിയൊക്കെ പറ്റി പിടിച്ചു പോയി കേട്ടോ. അടുത്തതോടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. നമുക്ക് ഈ ചമ്മന്തി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാം.
നല്ല ടേസ്റ്റാണ്. നമുക്ക് വേണേൽ ചെറുതാക്കി, പിന്നെ ഇത് ചെറുതാക്കി മുറിച്ചെടുക്കാം കേട്ടോ. നിങ്ങളുടെയൊക്കെ ഓരോ ഇഷ്ടമനുസരിച്ച് ചെയ്യും. ചമ്മന്തി എല്ലാം ഇവത്തെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതന്നെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, വരുന്നേ. അപ്പം നമ്മുടെ മുട്ടയും ചമ്മന്തിയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് പറയാമേ. എല്ലാം നല്ല കൃത്യമാണോ എന്ന് നോക്കാം. ഞാൻ ഹാഫ് എടുത്തിട്ട് ചെയ്ത് നോക്കട്ടെ. ഒന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ മുട്ടയും ചമ്മന്തി നല്ല സൂപ്പർ ഐറ്റമാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എരിവും പുളിയും എല്ലാം അടങ്ങിയ നല്ലൊരു റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.